2026 ജനുവരി 2 സിറാജ് എഡിറ്റോറിയൽ. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് ചട്ടവിരുദ്ധം. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള മന്ത്രിസഭാ തീരുമാനം രാഷ്ട്രീയ മേഖലയിലും പൊതുസമൂഹത്തിലും കടുത്ത വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകൾ, നഗരസഭകൾ, സാംസ്കാരിക കേന്ദ്രങ്ങൾ, പഞ്ചായത്ത് ലൈബ്രറികൾ, ശിശുമന്ദിരങ്ങൾ, നഴ്സറികൾ എന്നിവിടങ്ങളിൽ 10 വർഷം തുടർച്ചയായി ജോലി ചെയ്ത താൽക്കാലിക ജീവനക്കാരെയും 11 പരിപാടിയുടെ ഭാഗമായി നിയമനം ലഭിച്ചവരെയും സ്ഥിരപ്പെടുത്താനാണ് ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം അനുമതി നൽകിയത്. PSC വഴിയാണ് സംസ്ഥാനത്ത് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനം നടത്തിവരുന്നത്. യോഗ്യതയും സമവായ അവകാശവും ഉറപ്പാക്കുന്ന ഈ നിയമനമാണ് ശരിയായ രീതിയും നടപടിയും. ചില ഘട്ടങ്ങളിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാറുണ്ടെങ്കിലും അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഇടക്കാല ക്രമീകരണങ്ങൾ മാത്രമായാണ് അതിനെ കണക്കാക്കുന്നത്. പിൻവാതിൽ വഴി കയറിപ്പറ്റിയ ഇത്തരം ജീവനക്കാരെ മാറി മാറി വന്ന സർക്കാരുകൾ സ്ഥിരമാക്കാറുണ്ടെങ്കിലും തീർത്തും നിയമവിരുദ്ധവും രാഷ്ട്രീയ അഴിമതിയുമാണത്. PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളോടുള്ള വഞ്ചനയും കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധവുമാണ്. സാമൂഹിക നീതിയുടെ ഭാഷയിൽ ഇത്തരം നിയമനങ്ങളെ സർക്കാർ വൃത്തങ്ങൾ ന്യായീകരിക്കാറുണ്ട്. സർക്കാരിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിയോഗിക്കപ്പെട്ടവരാണ് താൽക്കാലിക ജീവനക്കാർ. വർഷങ്ങളായി കുറഞ്ഞ വേതനത്തിലും തൊഴിൽ സുരക്ഷിതത്വമില്ലാതെയും ജോലി ചെയ്തു വന്ന ഇവരെ സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അവരെ പിരിച്ചുവിടുന്നത് നീതികേടാണെന്നാണ് സർക്കാർ ഭാഷ്യം. എന്നാൽ സാമൂഹിക നീതി എന്നത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം അവകാശമല്ല. PSC റാങ്ക് ഹോൾഡേഴ്സിനോട് അനീതി കാണിച്ചല്ല താൽക്കാലിക ജീവനക്കാരോട് നീതി കാണിക്കേണ്ടത്. മതിയായ യോഗ്യതയില്ലാതെ രാഷ്ട്രീയ താൽപര്യത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും മറവിൽ കയറിപ്പറ്റിയവരാണ് താൽക്കാലിക ജീവനക്കാരെന്ന കാര്യവും വിസ്മരിക്കരുത്. നിശ്ചിത യോഗ്യതയില്ലാത്തവരെ പരസ്യം നൽകാതെ ചുളുവിലൂടെ നിയമിച്ചാൽ അവർക്ക് സ്ഥിരം നിയമനത്തിന് അർഹതയില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയതുമാണ്. സർക്കാരിൻ്റെ മുൻ നിലപാടുകൾക്കും കോടതി ഉത്തരവുകൾക്കും ഘടകവിരുദ്ധമാണ് താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തൽ. 2006 ഫെബ്രുവരി 2 സർക്കാർ ഇറക്കിയ ഒരു വിജ്ഞാപനത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വയം ഭരണ സ്ഥാപനങ്ങൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയിലെ നിയമനം PSCക്ക് വിടണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. 2015 കെൽട്രോൺ, സീഡിറ്റ് തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരമാക്കിയപ്പോൾ നിയമനങ്ങൾ PSCക്ക് വിടണമെന്നും താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിര നിയമനത്തിന് അവകാശമില്ലെന്നും കാണിച്ച് സർക്കാർ വീണ്ടും ഉത്തരവിറക്കി. 2015 മെയ് 13 ഈ ഉത്തരവ് ഇറങ്ങിയത്. ഇതേ കേസിൽ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നടപടി ഹൈക്കോടതി തടയുകയുമുണ്ടായി. സർക്കാർ ഖജനാവിൽ നിന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ ശമ്പളം നൽകുന്ന സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 നിയമത്തിനു മുമ്പിൽ തുല്യത, ആർട്ടിക്കിൾ 16 തൊഴിലവസര സമത്വം എന്നിവയുടെ ലംഘനമാണെന്ന് 2006 ഉമാദേവി കേസിൽ സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചും വ്യക്തമാക്കി. മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കണം സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമനം നടത്തേണ്ടതെന്നും നിയമപരമായ നടപടികൾ സ്വീകരിക്കാതെ താൽക്കാലികമായി ജോലി ചെയ്യുന്നവരെ സ്ഥിരപ്പെടുത്താനാകില്ലെന്നും സുപ്രീംകോടതി കൂട്ടിച്ചേർത്തു. അതേസമയം ഉമാദേവി കേസാണ് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിന് സർക്കാർ അവലംബിക്കുന്ന ന്യായീകരണം എന്നതാണ് വിരോധാഭാസം. കുറഞ്ഞത് 10 വർഷമെങ്കിലും ജോലി ചെയ്ത ചില ജീവനക്കാരുടെ നിയമനത്തെ കോടതി അന്ന് അംഗീകരിച്ചിരുന്നു. ഇതൊരു ഒറ്റത്തവണ ഇളവാണെന്നും ഭാവിയിൽ ഈ ഇളവ് ചൂണ്ടിക്കാട്ടി താൽക്കാലിക ജീവനക്കാരെ സ്ഥിരമാക്കാൻ തുനിയരുതെന്നും കോടതി പ്രത്യേകം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഈ കോടതി വിധി എന്നത്തേക്കും ബാധകമാണെന്ന മട്ടിൽ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഭരണമേഖലയിലുള്ളവർ. 2006 കോടതി ഇളവ് ഒറ്റത്തവണത്തേക്ക് മാത്രമാണെന്ന പരാമർശത്തിനു നേരെ അവർ കണ്ണടക്കുന്നു. അഴിമതി എന്നത് കേവലം പണമിടപാടിൽ പരിമിതപ്പെടുത്തേണ്ടതല്ല.
ഭരണഘടനാപരമായ തത്വങ്ങൾക്കും നിയമപരമായ സ്ഥാപിത സംവിധാനങ്ങൾക്കും മുകളിൽ രാഷ്ട്രീയ താൽപര്യം മേൽക്കൈ നേടുന്നതും അഴിമതിയുടെ പരിധിയിൽ വരും. ഇത്തരം പ്രവണതകളിൽ നിന്ന് ഭരണകൂടങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയും നിയമന കാര്യങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുകയും വേണം. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് മത്സര പരീക്ഷകളെ അഭിമുഖീകരിച്ചാണ് ഉദ്യോഗാർത്ഥികൾ PSCയുടെ ലിസ്റ്റിൽ ഇടം നേടുന്നത്. സർക്കാർ സർവീസിൽ യോഗ്യതക്കപ്പുറം രാഷ്ട്രീയ ബന്ധങ്ങൾക്കാണ് പരിഗണനയെന്ന സ്ഥിതി വന്നുകഴിഞ്ഞാൽ അവരുടെ ആത്മവിശ്വാസം നഷ്ടമാകും. PSC പോലുള്ള സ്ഥാപിത സംവിധാനങ്ങളെ അത് ദുർബലപ്പെടുത്തുകയും ചെയ്യും.